ഇപ്പൊ നീ എന്നാ ചെയ്തോണ്ടിരിക്കുക? ഇതാണോ? എന്താ പുച്ഛത്തോട് നോക്കിട്ട് പോന്നേ? എടാ, ഇനി മുതൽ തോക്ക പോകുമ്പോ ഇതൊന്നും പേടിപ്പെടുത്തുന്നില്ല. നീ ഒരിക്കലും ജഡ്ജിയെ വെടിവെച്ച് കൊല്ലുകയില്ല. ആവശ്യമില്ല പേടിച്ച് ഞാനെന്തിനു ചാവണം? ബോറടിച്ച് പോയടാ, പോടാ. മച്ചാ, നീ നോക്കിയിരുന്നു. ഇനിയും ഒരു ദിവസത്തിനുള്ളിൽ ആ ജഡ്ജിനെ കൊന്നില്ലെങ്കിൽ നീ കൊല്ലുമെന്ന് ഉറപ്പല്ലേ? എന്താ പാല് പിടിക്കാം. അയാൾ ആ റൂമിലുണ്ട്. പോയി നെറ്റിക്കിട്ടൊരു വെടി വെച്ചിട്ട് പാല് വായിലൊഴിച്ചു പോവാ. എല്ലാവരും വന്നതിന് ശേഷം ഞാൻ വരാം. എന്താ എന്നും അവൻ വരട്ടി ഞാൻ പേടിക്കും. ഇന്ന് ഞാൻ വരട്ടിയപ്പോ അവൻ പേടിച്ച് തലകുനിച്ച് പോയല്ലോ. അപ്പൊ ഇന്ന് മുതൽ അവനെ എങ്ങനെ ഇല്ല, ഇവൻ പേടിച്ചിട്ടില്ല. ഇവന്റെ അറസ്റ്റാ. നമ്മുടെ ഊഹം തെറ്റിപ്പോയി. അവരുടെ മേത്തി വീഴരുത്. അവരെ ചുറ്റി തന്നെ കളിക്കണം. ഓക്കെ? ഇത് ഇന്റലിജന്റ് ഗെയിമാണ്. നിറയെ സമ്മാനമുണ്ട്. ഞാൻ പോയെടുത്തിട്ട് വരാം. ഷാരയുടെ ലൈറ്റ് ഓഫ് ആവുന്നു, അവർ ഔട്ട്. ഓക്കെ? ഷൂട്ട്. എന്താ അവിടെ എല്ലാരും ഈ സമയത്തോ? പോയി കിടന്നുറങ്ങ. ചെല്ലേ. ലൈറ്റ് ഓഫ് ചെയ്യടാ. ഇത് നിന്റെ ജോലിയല്ല. മര്യാദയ്ക്ക് വെളിയിൽ പോ. നിന്നെ കൊണ്ട് പറ്റിയല്ലോ. അപ്പൊ ഞാൻ കൊല്ലാം. എങ്ങനെ നോക്ക്. വേണ്ടത് പറഞ്ഞല്ലേ? നിന്നെ ഞാൻ എന്താടാ ഇനി ഒരു തവണ കൂടെ ജഡ്ജിനെ കൊല്ലാൻ ആളെ അയച്ചവനെ ഞാൻ മുകളിലേക്ക് അയക്കും. അയാളെ നീയോ കൊല്ലില്ല, ഞങ്ങളെയും കൊല്ലാൻ സമ്മതിക്കില്ലേ? എന്താ കോടിക്കണക്കിന് പണം വാങ്ങിയത് മറന്നുപോയോ? ഞാൻ വാങ്ങിയിട്ടില്ല. ഓ, ഇപ്പൊ അങ്ങനെയാണോ? ശരി, നീ വാങ്ങിയില്ലല്ലോ, അപ്പൊ വിട്ടേക്ക്, ഞങ്ങൾ കൊല്ലാൻ സമ്മതിക്കില്ല. നീ ആരോട് സംസാരിക്കുന്നേ? അപ്പനാണ് എന്ന് മറന്നുപോയോ? അത് ഓർത്തോണ്ടാ നീ ജീവനോട്. അവനോട് പോയി അപ്പന്റെ സ്നേഹത്തെ പറ്റി സംസാരിക്കുന്നോ? അച്ഛനെ കൊന്നവരല്ല ഇവൻ അങ്ങനെ സംസാരിക്കൂ. ഇല്ല, സ്വന്തം അച്ഛനെ ആരും കൊല്ലാതിരിക്കാനാ ഇപ്പോഴും സംസാരിക്കുന്നത്. ഓ, അവനാണോ നിന്റെ അച്ഛൻ? വെരി ഗുഡ്. ഇപ്പൊ പറയുന്നു, അവസാനമായി പറയുന്നു, മര്യാദയ്ക്ക് പൊയ്ക്കോ. അത് തന്നെയാ ഞാൻ നിങ്ങളോടും പറയുന്നത്. ഈ പണി വിട്ട് മര്യാദയ്ക്ക് ഒതുങ്ങിക്കോ. അതാ എല്ലാവർക്കും നല്ലത്. അഡ്വൈസ് മാറിപ്പോയില്ല നീ. നമ്മളെല്ലാം മാറിയ അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവില്ല. അതാണ് ഈ ജോലിയുടെ സ്പെഷ്യാലിറ്റി. നിങ്ങളെ കളി ജോലി എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്റെ അപ്പനോട് ഇതെല്ലാം നിർത്താൻ പറയുന്നു. എന്താ നോക്കിക്കുന്നത്? കൊല്ലടാ അവനെ.
കൊല്ലടാ, എന്നെ കൊല്ല്. നിന്നെ വളർത്തിയതിന് ശിക്ഷ വേണ്ടേ? ആദ്യം എന്നെ കൊല്ല്. കൊല്ലടാ. എന്താ, സ്വന്തമാണോ അല്ലയോ എന്ന് ആലോചിക്കണോ? ഇല്ല, നല്ലവനാണോ അല്ലയോ എന്ന് ആലോചിക്കുവോ? ഓ, നിന്റെ അച്ഛൻ നല്ലവനാ. നീ നല്ലവനാ, പക്ഷെ ഞാൻ കെട്ടവനാ, വളരെ കെട്ടവൻ. മനസ്സിൽ വെച്ചു. നിക്കടാ, ഇപ്പൊ പറയുവാ. ആ ജഡ്ജിയെ മാത്രമല്ല നിന്നെയും ചേർത്ത് 2 ദിവസത്തിനുള്ളിൽ കൊന്നില്ലെങ്കിൽ ഞാൻ ഇബ്രാഹിം റാവുത്തർ അല്ലടാ. എന്താ, പേര് മാറ്റാൻ പോവാണോ? നിങ്ങൾക്കത് ഈസിയാ. 1 2 3 Happy birthday to you. എന്നോട് പിണങ്ങല്ലേ മോളെ, ഞാൻ എത്ര പറഞ്ഞിട്ട് അവര് കേട്ടില്ല. നമ്മളെല്ലാം ഒന്നിച്ചാഘോഷിക്കാൻ വന്നതാ. പഴയതൊക്കെ ആലോചിച്ചിരുന്ന എങ്ങനെയാ? പിറന്നാളിന് നിന്റെ അമ്മ പോയെന്ന് കരുതി ഇനി എത്ര വർഷം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും? ശരി ആൻറ്റി, ആൻറ്റി വിഷമിച്ച് ഞങ്ങൾ എങ്ങനെ ഹാപ്പി ആവും? പ്ലീസ് ആൻറ്റി, വന്ന് കേക്ക് കട്ട് ചെയ്യാ ആൻറ്റി. ഡേയ്, ബൂസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, എഴുന്നേൽക്ക്. ഇത് തന്നെ സ്ഥിരം പരിപാടി. മാധവ, ആരെങ്കിലും മാധവനെ കണ്ടോ? ഡെയിലി പറയുന്നേ അല്ലേ, ഞങ്ങൾക്കറിയില്ല. പോടി വായടി. പോച്ചാ, എനിക്ക് ഒരുപാട് ഹോംവർക്ക് ഉണ്ട്. മാധവ, എവിടെ പോയി അവൻ? മാധവനെ എന്തിനാടി നോക്കുന്നേ? നിന്റെ മോള് കരയുന്നത് എന്തിനാണെന്ന് ചോദിക്കേ. അത് പുള്ളി നോക്കും അമ്മേ. പതുക്കെ പതുക്കെ. മാധവ, വട മുഴുവൻ തീർക്കല്ലേ, മാധവന് വട ഇഷ്ടമല്ലേ? മാധവ് നേരത്തെ കഴിച്ചല്ലോ. കഴിച്ചെന്നോ? എപ്പോ? കാലത്ത് തന്നെ കഴിച്ചിട്ട് പോയല്ലോ. എവിടെ? ഏതോ മുഖ്യമായ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാ പോയത്. മുഖ്യമായ സബ്ജക്റ്റോ? ആദ്യത്തെ ഗോലിയോ രണ്ടാമത്തെ ഗോലിയോ? ആദ്യത്തെ ഗോലി. ഓടിക്കോ, അവന്റെ അച്ഛൻ വരുന്നുണ്ട്. ചേരിയിൽ പോയി ഗോള് കളിക്കാൻ മാത്രം നീ വളർന്നോടാ. അതും കാശ് വെച്ച്. നിനക്കറിയില്ല അവൻ എന്താ ചെയ്തെന്ന്. ചേരിയിൽ പോയി ഗോലി. ഞാൻ അവനയച്ചത്. വാട്ട്? എന്ത് വാട്ട്? എന്താ തെറ്റെന്ന് പറ. അകത്ത് അടച്ചുപൂട്ടിയിരുന്ന ലോകം അറിയില്ലെന്ന് പറഞ്ഞ് ഞാനാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തുവിടുന്നത്. ഗോലി കളിച്ചാൽ എന്താ തെറ്റ്? ഇന്ന് ഗോലി കളിക്കുന്നവനായിരിക്കും നാളെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടുന്നത്. എന്താണോ? അയ്യോ, കാണിക്കേ. എന്തൊരടിയാ ചടയെ അടിച്ചേക്കുന്നേ? നിങ്ങൾ മനുഷ്യനോ അതോ മൃഗോ? നിങ്ങളാണ് ഒരു മജിസ്ട്രേറ്റ്. നിങ്ങൾ ഡെയിലി ക്രിമിനൽസിനെ കാണുന്നില്ലേ? അതുകൊണ്ടാണ് നിങ്ങളുടെ മോനെ സ്വന്തം കണ്ണിൽ ക്രിമിനൽ ആയിട്ട് തോന്നുന്നത്. ഇവരുടെ മുമ്പിൽ നിൽക്കണ്ടവാ. കുട്ടികളുടെ മനസ്സറിയാതെ ഇങ്ങനെ വളർത്തിയിട്ട് എന്തിനാ? ചേട്ടാ, നിങ്ങൾ വലിയ മജിസ്ട്രേറ്റ് ആയിരിക്കും, പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. പിറന്നു വീഴുമ്പോ എല്ലാ കുഞ്ഞുങ്ങളും നല്ലവരാ. വളരുമ്പോ അവർ നല്ലവരാകുന്നതും കെട്ടവരാകുന്നതും നമ്മുടെ പ്രവൃത്തി പോലെ ഇരിക്കും. മനസ്സിലായോ? ജീവിതത്തിൽ എപ്പോഴും കോർട്ട് കേസ് എന്ന് പറഞ്ഞ് കരയുന്നല്ലോ. മാസത്തെ 2 ദിവസം ഇവനെ പറ്റി ഓർത്ത് കരഞ്ഞു നോക്ക്. ഇവനെ മാറും, നിങ്ങൾ മാറും. വട പോവാ. കരയില്ലേടാ, കരയില്ലേടാ. എടാ കരയില്ലേ? എടാ പറയുന്ന കേക്കടാ. കരയില്ലേ, കരയില്ലേ, പറയുന്ന കേക്ക്. ഡേയ് മഹാ, എന്തിനാണ് കരയുന്നേ? അവൻ നാളെ മുതൽ സ്കൂളിൽ വരില്ലടാ. ഇവന്റെ അച്ഛനെ ബോംബെ വെച്ച് കേസിൽ അറസ്റ്റ് ചെയ്തില്ലേ? അതിന് നാളെയാടാ വിധി. ഉറപ്പായിട്ട് തൂക്ക് കയറോ ജീവപര്യന്തോ കിട്ടുവടാ. അതുകൊണ്ട് ഇവന്റെ അമ്മ ഇവനെയും കൊണ്ട് നാളെ തന്നെ നാട് വിട്ട് പോവാൻ പോവാ. ഞങ്ങളെയൊക്കെ മിസ് ചെയ്യുമെന്നോർത്ത് കരയുവാണോടാ? എന്റെ അച്ഛൻ എത്ര നല്ല ആളാന്നറിയാമോ? അച്ഛനില്ലെങ്കിൽ എങ്ങനെയാടാ? എന്നോട് എന്ത് സ്നേഹാന്നറിയാവോ? നിന്റെ അച്ഛൻ സത്യമായിട്ട് നല്ലവനാണോ? അതേടാ. കരയില്ലടാ. എനിക്കാണെങ്കിൽ അമ്മയില്ല. നിന്റെ അമ്മയെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ. നിന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല, ഞാനുണ്ടല്ലോ. അമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കെന്താ പ്രയോജനം? എനിക്ക് 6 വയസ്സേ ഉള്ളൂ. എന്റെ ഭക്ഷണം ഞാൻ തന്നെ കഴിക്കണം. ആ 10 വയസ്സുള്ള മുതുക്കന് അമ്മ വാരി കൊടുക്കണം. എന്ത് ചെയ്യും? വാരി കൊടുത്താലേ അവൻ കഴിക്കൂ. ശീലമായി പോയി. അപ്പൊ എന്റെ അമ്മയാണോ അവന്റെ അമ്മയാണോ? രണ്ടുപേരുടെയാ. നോക്കമ്മേ, നിനക്ക് അമ്മയുണ്ട്, അവൻ അമ്മയില്ലല്ലോ. പാവം, അവന്റെ അച്ഛന് ഒട്ടും സ്നേഹമില്ല. അതാ ഡെയിലി ഇതന്നെ പറയുന്നത്. കഴിക്കും. ഇറ്റ്സ് ഓക്കേ. എന്തായത്? അയ്യോ, സമയം 7:30. ആർക്കും സ്കൂളിൽ പോണ്ടേ? വേഗം കഴിക്കേ. എന്താണത്? സാമ്പാറിൽ ഇത്രയും ഉപ്പ് എന്താ വച്ചുണ്ടാക്കിയിരിക്കുന്ന? വിവരം കിട്ടവനെ. കറക്റ്റ് ആയിട്ടാണല്ലോ ഇട്ടത്. എല്ലാരും കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ കള്ളം പറയുവാന്നോ? അതെ. എന്താ? അതെ, കഴിച്ചു നോക്കിട്ടാ പറഞ്ഞേ. ചേട്ടന്റെ സാമ്പാറിൽ ഉപ്പ് ചേർത്തത് ഞാനാ. പക്ഷെ ശിക്ഷ ഇപ്പൊ അവന്. എന്ത് ജഡ്ജാണോ?
എന്താ വേണ്ടത് നിനക്ക്? ഞാൻ പറയാം. ആരോ വെച്ച ബോംബില് വേറെ ആരോ ചത്തു. അതിനുവേണ്ടി പടക്കം മറന്നു വെച്ചവനെ പിടിച്ച് അവന് ശിക്ഷ കൊടുക്കുന്നതിൽ എന്താ ന്യായം? ആരെ പറ്റിയാ പറയുന്ന നീ? ചിപ്പായി വിധി പറയാൻ പോണില്ലേ? അയാളുടെ മോൻ ഇവന്റെ ക്ലാസ്മേറ്റ് ആണ്. അവൻ കരയുന്നത് ഇവന് സഹിക്കുന്നില്ല. പാവം. ആ സ്കൂളിൽ കളക്ടറുടെ മോൻ പഠിക്കുന്നു, വക്കീലിന്റെ മകൻ പഠിക്കുന്നു, പോലീസുകാരന്റെ മകനും പഠിക്കുന്നു. പക്ഷെ ബോംബ് വെച്ച ശിവായിയുടെ മോനാണ് നിന്റെ ഫ്രണ്ട്. നിർത്തട, അവൻ അമ്മയില്ലാത്ത കുട്ടിയെ അടിക്കില്ലേ? ഇനി നിനക്ക് 10 വയസ്സ് പോലും ആയിട്ടില്ല. പക്ഷെ ഇത്ര വർഷമായിട്ട് വിചാരണ നടത്തിയിരുന്ന എനിക്ക് വിധി എങ്ങനെ എഴുതണമെന്ന് നീ പറഞ്ഞിരുന്നോ? ആട്ടെ, ഇത്തവണ എത്രാമത്തെ റാങ്കാ? അവനോടോ ചോദിച്ചേ? എത്രാമത്തെ റാങ്കടാ? ആ, അപ്പൊ നിന്നെക്കാളും ബുദ്ധിശാലികളെ 4 പേരുണ്ടല്ലോ നിന്റെ ക്ലാസ്സില്. അവരുടെ കൂട്ട് മാത്രം കൂട്, ഇല്ലെങ്കിൽ കൊന്നു കുഴിച്ചു മൂടും ഞാൻ. എടാ, എന്ത് കാണാൻ നിൽക്കുവാ? പോടുന്നു.